ഹായ് മക്കളെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ CA ഫൗണ്ടേഷൻ, CMA ഫൗണ്ടേഷൻ. അപ്പം CAക്ക് CMAക്ക് ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. പിന്നെ ഞാൻ പറയുന്ന പോലെ വീഡിയോ ഓഡിയോ ചെറിയ ലാഗ് ഉണ്ടാവാം, നെറ്റ് ഇഷ്യൂ കാരണം. പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ഇഷ്യൂ ഇല്ല. കാരണം സൈഡിലെ ചെറുതായിട്ടല്ലേ വീഡിയോ പോകുള്ളൂ. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 1ന്റെ അകത്ത് ആദ്യത്തെ 3 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി അല്ലേ. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാ? കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 ഏതാ മക്കളെ? യൂണിറ്റ് 4 CAക്കകത്താണ്. യൂണിറ്റ് 4 CMAക്കകത്ത് എനിക്ക് പറഞ്ഞാൽ മൊഡ്യൂൾ 2ന്റെ അകത്തെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, ലോഗരിതം. ലോഗരിതമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലോഗരിതത്തിന്റെ ഒരു എന്താണ് റിവിഷൻ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം CA ഫൗണ്ടേഷന്റെ ക്ലാസ് ഒക്കെ റെക്കോർഡ് ക്ലാസ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ കാണിച്ച് 8921240354 അല്ലെങ്കിൽ നമ്മുടെ മോളില് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ലോഗരിതം ഓക്കെ, ലോഗ് കാൻ ബി എന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ലോഗ് നമുക്ക് എന്താവാം, പോസിറ്റീവും നെഗറ്റീവും ആവാം. അപ്പൊ നമുക്ക് എഴുതാം, ലോഗ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ലോഗ് എന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, a⁻s = n. ഇപ്പൊ നമുക്ക് ലോഗ് എങ്ങനെ എഴുതാം നോക്കാം. a⁻x = n. ഓക്കെ, ഈ ഒരു സംഭവത്തിനെ ലോഗിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ലോഗ് ആക്കുമ്പോ എങ്ങനെ വരും മക്കളെ? ലോഗ് ആക്കുമ്പം log n to the base a = x എന്നാണ് പറഞ്ഞത്. log n to the base a അങ്ങനെയാണ് ഇത് വായിക്കണം കേട്ടോ. എങ്ങനെ വായിക്കണേ? log n to the base a. ഇവിടെ വരുന്ന ടൈമിന് നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്, ടു ദ ബേസ് a എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം log n to the base a = n. ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തെ നമുക്കറിയാം. ഇതിപ്പോ നമുക്കൊരു ഉദാഹരണം വേണ്ടേ? 5 square = 25 എന്ന് പറയാം അല്ലെ. ഇത് എങ്ങനെ ലോഗിലോട്ട് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് n പറയുന്ന ഉത്തരല്ലേ 25 ടു ദ ബേസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ ബേസ് വാല്യൂ വരുമ്പോ 5 ചെയ്യുമ്പോ എത്ര ഉത്തരമാണ് 2. അപ്പൊ log 25 ടു ദ ബേസ് 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്ര തന്നെ 2 ആണ് വരിക കേട്ടോ. ഇത് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് നോട്ട്സ് എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ? എന്താ സമ്മറി പോലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ തീരും, ബോറൊന്നും അടിക്കൂല കേട്ടോ. ലോഗ് മനസ്സിലാക്കി ഇച്ചിരി പാടുള്ള സാധനം തന്നെയാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് നോട്ടിന്റെ അകത്ത് ഫസ്റ്റ് നോട്ട് എന്ന് വെച്ചാൽ a⁻0 = 1 അല്ലെ, a ഡിഗ്രി അല്ലെ a⁻0 = 1 എന്ന് പറഞ്ഞു. അത് നമ്മൾ എന്തി പഠിച്ചു? ഇൻഡെക്സിൽ പഠിച്ചു. a⁻0 എന്താണ് 1 ആണ്. ഏതെങ്കിലും വാല്യൂടെ മുകളിൽ 0 വന്നാൽ അത് 1 ആണ് പഠിച്ചു. അത് ലോഗിൽ എഴുതുമ്പോ അതെങ്ങനെ ലോഗിൽ എഴുതണേ? log 1 to the base a = 0. ഇപ്പൊ log 1 to the base a എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. The log of 1 to any base is 0. log 1യുടെ ഏത് ബേസ്, ഇവിടെ ബേസ് ഏത് തന്നെ ആയാലും എന്താണ് 0 ആയിരിക്കും എന്നുള്ളതായിരിക്കും നോട്ട് കേട്ടോ. എന്ന് വെച്ചാ എന്താ? The log of 1 to any base is 0. അപ്പം log 1 ആണെങ്കിൽ അതിന്റെ ബേസ് എന്ത് തന്നെയായാലും അതിന്റെ ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് മാത്സിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ആവശ്യമാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ a⁻1 = 0. സോറി, a⁻1 = a. അത് നമ്മൾ ഇന്നലെ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. എന്താ? ഇൻഡസ്ട്രീസിന്റെ മുകളിൽ ഒരു വാല്യൂടെ മുകളിൽ 1 വന്നാൽ ആ സെയിം വാല്യൂ തന്നെയായിരിക്കും. 2⁻1 2 തന്നെ, 3⁻1 3 തന്നെ, 4⁻1 4 തന്നെ, 10⁻1 10 തന്നെ. ഓക്കെ, അങ്ങനെ പഠിച്ചു. അപ്പൊ a⁻1
എ തന്നെ. അപ്പൊ ഇതെങ്ങനെ ലോഗ് ആയിട്ട് എഴുതാം? ലോഗ് എ ടു ദ ബേസ് എ ഈക്വൽ ടു 1. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസും ലോഗ് ഇവിടെ എഴുതുന്ന വാല്യൂസ് രണ്ടും സെയിം ആണെങ്കിൽ അതിന്റെ ഉത്തരം 1 ആയിരിക്കും. നോക്കിയോ, ഇവിടെ നോട്ട് എഴുതേണ്ടത് ലോഗരിതം ഓഫ് നമ്പർ ആൻഡ് ബേസ് ഈസ് സെയിം ഈസ് ഓൾവേസ് 1. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്പറും ബേസും സെയിം വാല്യൂസ് ആണെങ്കിൽ അതിന്റെ ലോഗ് വരുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം ലോഗ് 10 to the base 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. ലോഗ് 5 to the base 5 എന്ന് പറഞ്ഞാലും 1. ഇവിടെ രണ്ട് നമ്പറും ബേസും സെയിം വാല്യൂ ആണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 1 ആയിരിക്കും. ഇത്രയാണ് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എന്താണ് കുറച്ച് ലോസ് ആണ്. ലോസ് ഓഫ് ലോഗരിതം. നമുക്ക് നിയമം അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ? അതേപോലെ ലോഗരിതം ചെയ്യണമെങ്കിൽ ലോഗരിതത്തിന്റെ നിയമം അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് നിയമം? എത്ര നിയമം നമുക്ക് പഠിക്കാനുള്ളത്? 3 നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ വെച്ചാൽ ലോഗ് എം ടു ദ ബേസ് എ പ്ലസ് ലോഗ് എൻ ടു ദ ബേസ് എ ഈക്വൽ ടു എന്താ? ലോഗ് എം എൻ ടു ദ ബേസ് എ. എന്ന് വെച്ചാൽ ഒരു ലോഗിന്റെ കൂടെ എന്താണ് അടുത്തൊരു ലോഗ് വന്നു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ലോഗ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഉദാഹരണത്തിന് ലോഗ് തന്നെ ഇറക്കട്ടെ, ഇവിടെ 2 ആണ് പ്ലസ് ഇവിടെ ലോഗ് 3 ആണ് വിചാരിക്കുക. അപ്പൊ എന്തോരം ലോഗ് 2 into 3 6. 6 ഇങ്ങനെയാണ് എന്റെ ഉത്തരം വരിക കേട്ടോ. അടുത്ത ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ പ്ലസ് ചെയ്തു. അടുത്ത എന്താണ്? മൈനസ്. ലോഗ് എം ടു ദ ബേസ് എ മൈനസ് ലോഗ് എൻ ടു ദ ബേസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ലോഗ് എം ബൈ എൻ ടു ദ ബേസ് എ. അപ്പൊ നമ്മൾ നേരത്തെ അതുപോലെ തന്നെ 2 3 ആണെങ്കിൽ എന്ത് വരും? ഇവിടെ 2/3 വരും. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഇത് 25 ഇത് 5 ആണെങ്കിൽ 25 ഡിവൈഡ് ബൈ 5 വരും. 5 ഉത്തരം വരും ലോഗ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ലോഗ്. മൂന്നാമത്തെ ലോഗ് എന്ന് പറയുന്നത് ലോഗ് എം ടു ദ റൈസ് ടു എൻ ടു ദ ബേസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പവർ എന്ത് വരും? മുമ്പിൽ വരും. അത് കഴിഞ്ഞ് ലോഗ് എം എ. ഇതിനൊരു ഓപ്ഷൻ, ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ചോദ്യത്തിൽ ലോഗ് 2/3 എന്നും ഇത് കണ്ടു. ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടത്? ലോഗ് 2ന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ ലോഗ് ഇതിന്റെ വാല്യൂ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫോർമുലയിൽ ഇറക്കണം. അപ്പൊ ഈ നിയമം അപ്ലൈ ചെയ്യണം. എന്താ? പവർ അല്ലേ ഇത്? ഈ പവർ മുമ്പിൽ വരും. പവർ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റു പിന്നെന്താ? ലോഗ് 2/a ലോഗ് 2/a. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? അതിന്റെ വാല്യൂ കിട്ടി ഈ കണക്കിന്റെ. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബേസ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, എന്താണ്? ചേഞ്ച് ഓഫ് ബേസ്. ബേസ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഓക്കെ, എന്താണ്? ബേസ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ the logarithm of a number to a base is given to any other base is given by. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അല്ലേ? The logarithm of a number to a base is given to any other base is given by. എങ്ങനെ എഴുതാം? ഇപ്പം ലോഗ് എ ടു ദ ബേസ് ബി ആണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ബേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ലോഗ് എ ഡിവൈഡഡ് ബൈ ലോഗ് ബി എഴുതാം. അപ്പൊ ബേസ് രണ്ട് സെയിം ആയി. ഓക്കെ,
ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്, ഇത് മനസ്സിലാക്കോട്ടെ. നിങ്ങൾക്ക് ഓൾറെഡി കൺസെപ്റ്റുകൾ അറിയാവുന്ന ആൾക്കാരാണ്, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി റിവിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം അല്ലേ. സ്പെഷ്യൽ കേസസ്, സ്പെഷ്യൽ കേസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 കേസസ് ആണ് ഉള്ളത്. ഇപ്പം ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് ബി ടു ദ ബേസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ മക്കളെ? 1. ഇതെങ്ങനെയാ വരുന്നത് അറിയാമോ മക്കളെ? ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം ബേസ് ഇവിടെ സെയിം അല്ലല്ലോ. അപ്പൊ നമ്മളിത് സെയിം ആക്കാൻ വേണ്ടി ലോഗ് എ ഡിവൈഡ് ബൈ ലോഗ് ബി ഇൻറ്റു ഇവിടെ അതുപോലെ എത്തില്ലേ, ലോഗ് ബി ഡിവൈഡ് ബൈ ലോഗ് എ എന്നല്ല വായിക്കണേ, ബേസ് എല്ലായിടത്തും സെയിം അല്ലേ. അപ്പൊ എന്താണ്, ഈ ലോഗ് എയും ഈ ലോഗ് എയും വെട്ടിപ്പോവില്ലേ, ഈ ലോഗ് ബിയും വെട്ടിപ്പോവില്ലേ, അപ്പൊ പിന്നെ ഒന്നല്ലേ ഉള്ളൂ. അപ്പം കറക്റ്റ് ഉത്തരം കിട്ടിയില്ലേ? എങ്ങനെയാണ് ആ ഒരു സ്പെഷ്യൽ കേസ് വന്നേനെ? അപ്പം ഈ സ്പെഷ്യൽ കേസായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ, ബേസ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഇത് അറിയാതെ തന്നെ ഇങ്ങനെ ചെയ്യാം. ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആ ടൈം ലാഭമാണ്. ഇപ്പൊ ഒരു സംഖ്യ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു 5 to the base 7 into log 7 to the base 5. ഇത് ചെയ്യാൻ പറഞ്ഞു, ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നാം പോയി ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ചെയ്തു വരും, താമസം വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെയാണ്. ഓക്കെ, സെയിം ആണ്. ഓക്കെ, ഉത്തരം ഒന്ന് ഓപ്ഷന് കറക്റ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും, എന്താ 5/7 7/5 ഇട്ടിട്ട് അത് വെട്ടി കളഞ്ഞിട്ട് ഇത്ര ചെയ്താ എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ. രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് നോക്കാം. രണ്ടാമത്തെ നോക്കുമ്പോൾ ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് ബി ടു ദ ബേസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ലോഗ് എ ടു ദ ബേസ് സി. ഇത് എന്താണ് മക്കളെ, നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്തില്ലേ, എന്താ, ഇത് കാണാതെ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും. ഇതല്ല, നമ്മൾ എന്ത് ചെയ്യാ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താ, ബേസ് സെയിം ആക്കാൻ വേണ്ടി. അപ്പൊ ലോഗ് എ ഡിവൈഡ് ബൈ ലോഗ് ബി വരും ഇൻറ്റു ലോഗ് ബി ഡിവൈഡ് ബൈ ലോഗ് സി വരും അല്ലേ. ഈ ലോഗ് ബി കിട്ടിപ്പോ പിന്നെ ഉള്ളത് ഏതാ, ലോഗ് എ ബൈ ലോഗ് ബി ലോഗ് സീനാണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, മുകളിലത്തെ ഇക്വേഷൻ പ്രകാരം ലോഗ് എ ടു ദ ബേസ് സീൻ എഴുതത്തില്ലേ. അത് ഏത് ഇക്വേഷനാ, ഈ ഒരു നിയമപ്രകാരം ബേസ് ചേഞ്ച് ചെയ്യുന്ന റൂള് പ്രകാരം എടുക്കത്തില്ലേ. അത് അങ്ങോട്ടും ചെയ്യാം ഇങ്ങോട്ടും ചെയ്യാം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ നോക്കാം. 3 ലോഗ് എ ടു ദ ബേസ് ബി, ലോഗ് എ ടു ദ ബേസ് ബി. ഇതിനെ വീണ്ടും നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം, ഇത് ഇന്റർചേഞ്ച് ചെയ്യണം. ഈ എനെ ബേസിലോട്ടും ബിനെ എത്തിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, 1 ഇട്ടാ മതി, റെസിപ്രോക്കൽ പോലെ. അപ്പൊ ലോഗ് ബി ടു ദ ബേസ് എ വരും. മനസ്സിലായോ? ലോഗ് എ ടു ദ ബേസ് ബി നമുക്ക് ബേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേസ് ചേഞ്ച്, നമ്പറും ബേസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെസിപ്രോക്കൽ കാണുക. അപ്പൊ എന്ത് 1 ബൈ ലോഗ് ബി ടു ദ ബേസ് എ ഉത്തരം കിട്ടും കേട്ടോ. അടുത്ത 4 എന്ന് പറയുമ്പോ എ റൈസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് എ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, എന്താ, എയുടെ പവർ ആയിട്ടല്ലേ ലോഗ് വന്നേക്കണേ. അത് ഈ നമ്പർ സെയിം അല്ലേ. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും, ഇവിടെ വരുന്ന നമ്പർ ആയിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പെഷ്യൽ കേസസ് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ റിലേറ്റഡ് ആയിട്ട് ചോദ്യം വരുമ്പോൾ ചെയ്യാൻ പറ്റും. ടെസ്റ്റിൽ എല്ലാ ചോദ്യങ്ങളും കിടപ്പുണ്ട്, എക്സസൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് റിവിഷൻ ബാച്ച്, നമ്മുടെ സെപ്റ്റംബർ ബാച്ചിലേക്ക് CA ഫൗണ്ടേഷന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. മറക്കണ്ട, 8921240354. നമ്മുടെ പേപ്പർ 3യുടെ ക്ലാസ് മാത്രമായിട്ട് ലഭ്യമാവുന്നതാണ്. റിവിഷൻ ബാച്ച് കിട്ടുന്നതാണ് കേട്ടോ. ഫാസ്റ്റ് ട്രാക്ക് റെക്കോർഡർ വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. അത് മാത്രമല്ല ഒരു പേഴ്സണലൈസ്ഡ് പോലത്തെ ടൈം ടേബിൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അത് ഒരു പേപ്പർ എടുത്തുള്ളെങ്കിലും നിങ്ങൾക്ക് എന്താണ് എല്ലാ വിഷയവും പഠിക്കാവുന്ന ഒരു ടൈം ടേബിൾ പോലെ തന്നെ ഏകദേശം സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും
കമന്റ്സ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ചുമ്മാ എന്താണ് ഒരു നേരം പോക്ക് പോലെ വീഡിയോ ഇടുന്നതല്ല, നമുക്കൊരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്നത്. കാരണം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വ്യൂസ് കൗണ്ട് ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കുറവാണ്. ലൈക്കും കൂടി ഒന്ന് ചെയ്ത് കാണുക കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവരും ലാസ്റ്റ് വരെ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ആണല്ലോ ഇത് പറയുന്നത്, അറിയുന്നില്ലാത്തതിനാണ് തോന്നാൻ. എന്തായാലും കേൾക്കുന്നവർ എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്തിട്ട് ഒന്ന് അടുത്ത വീഡിയോയിലോട്ട് പോവാ. ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവും. ഞാൻ നമ്മുടെ ചാനൽ സെഷൻ കയറിയാൽ വീഡിയോയിൽ കിടപ്പുണ്ട് വീഡിയോസ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് തപ്പും ആ ടോപ്പിക്കിന്റെ കൂടെ ഇൻസ്റ്റാൾ അടിച്ചെടുത്താൽ കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു. ഞാൻ ഇങ്ങനെ വെച്ച് പറയാത്ത വെച്ചാൽ ചിലപ്പോൾ ലാഗ് അടിക്കും, മറ്റേ സ്ക്രീൻ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ലാഗിന് വിഷമം വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.